ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് 2026 മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എസ് എ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ PYQs ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ടോപ്പിക്സുകൾ നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്, ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത് ചാപ്റ്റേഴ്സിൻ്റെ ആ ഒരു നമ്പറാണ്. ഏത് ചാപ്റ്ററാണോ ആ ഒരു കാര്യം. പിന്നെ പ്രത്യേകിച്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQസിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ സ്പെഷ്യലി ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഏതൊക്കെയാണ് മേജർ ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ അല്ലേ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും വിഭജനം, പ്രക്രിയയും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ്റെ ക്വസ്റ്റ്യൻ മസ്റ്റാണ്. നമുക്ക് എന്താണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. അതിനി ആരെങ്കിലും പഠിക്കാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച് വെച്ചേക്കുക. കാരണം അത് വരുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് PYQസിൽ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഇനി അടുത്ത ഇന്ത്യ ആൻഡ് ചൈന വാർ 1962, നാലാമത്തെ പാഠത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ചൈന യുദ്ധം. ഓക്കെ, 1962 ഈ വർഷം നിങ്ങൾ മറന്നു പോകരുത്. വർഷം മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, അങ്ങനെയാണ് PYQസിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രത്യേകിച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ ചൈന യുദ്ധം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു നാലാമത്തെ പാഠത്തിൽ തന്നെയുള്ള മറ്റൊരു സെക്ഷനാണ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാർ. ഓക്കെ, അതായത് 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പിന്നീട് 1971 എന്താണ്, ബംഗ്ലാദേശുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഓക്കെ, അപ്പോൾ ഈ 2 വർഷങ്ങളിലും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇത് നമുക്ക് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും പ്രത്യേകിച്ച് 1971 പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ 3 കാര്യങ്ങളും, ഓക്കെ, ഇന്ത്യ ചൈന യുദ്ധം 1962, പിന്നെ 65 പ്രശ്നം എന്താണ്, 71 പ്രശ്നം എന്താണ്, അത് 3 ഇൻസിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം. പിന്നെ അടുത്ത് നമുക്ക് വരുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഒരു എസ് എ ചോദ്യമാണ് എമർജൻസി കോസസ് ആൻഡ് കോൺസിക്വൻസസ് അല്ലേ. ദാറ്റ് ഈസ് അടിയന്തരാവസ്ഥ കാരണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും. ഓക്കെ, ഇത് നമ്മുടെ 6ാമത്തെ പാഠത്തിലുള്ള ഒരു എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിന് പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കുക, അത്ര തന്നെ പറയാൻ പറ്റുക, സ്കിപ്പ് ചെയ്യരുത്. അടിയന്തരാവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഥവാ ഞാൻ പറഞ്ഞല്ലോ 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ടസ്റ്റേക്ക് നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. 7ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ നമ്മുടെ മേധാ പട്കർ നയിച്ച മൂവ്മെൻ്റ് ആണ്, എൻവിയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആണ്. മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അതാണ് ഞാൻ അത് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാത്തത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോർത്ത് ഈസ്റ്റ്. ദാറ്റ് ഈസ് നമ്മുടെ 8ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് വരുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്കു കിഴക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 3 മേജർ സബ് ടോപ്പിക്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ ചാനലിൽ ക്രിസ്മസ് എക്സാം ടൈമിൽ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. നോർത്ത് ഈസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എസ് എക്ക് വേണ്ടിയിട്ട് 8 മാർക്ക് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇത് 8ാമത്തെ പാഠത്തിലാണ്. ഇനി അടുത്ത് വരുന്നതാണ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ്. നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവുകയാണ്. അടുത്ത ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. ഓക്കെ, സോവിയറ്റ് യൂണിയനും USSR എന്നല്ലെങ്കിൽ നമുക്ക് പറയാം സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണം. ഓക്കെ, നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിലുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ ഈ ഒരു ആൻസർ എഴുതുമ്പോൾ നമ്മുടെ USSR സോവിയറ്റ് യൂണിയൻ എന്തുകൊണ്ട് തകർന്നു അതിനുള്ള കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ റീസൺസ്, എക്കണോമിക് റീസൺസ്, നാഷണലിസം വന്നു. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങളെ പറ്റിയിട്ട്, ഗോർബച്ചേവിൻ്റെ റിഫോംസ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയൊക്കെ കൊണ്ടുവന്ന ആ ഒരു റിഫോംസിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവാം. ഇനി വരുന്നതാണ് US ഹെജമണി. ഓക്കെ, നിങ്ങൾക്ക് PYQs നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. US ഹെജമണി ഒരുപാട് തവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അമേരിക്കൻ അധീശത്വം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. 12ാമത്തെ ചാപ്റ്ററിലാണ്
വരുന്നത് കേട്ടോ. 12ാമത്തെ ചാപ്റ്ററിൽ ബിഗിനിങ്ങിൽ തന്നെ ഇത് പഠിക്കുന്നുണ്ട് ഈ ഒരു ടോപ്പിക്ക്. പ്രധാനമായിട്ടും 3 ഹെജ്മണി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഹെജ്മണി എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് നോക്കും. നമ്മുടെ ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്ട്രക്ചറൽ പവർ എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇനി ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത, ഇത് ചിലപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് പ്രത്യേകിച്ചും ഹാർഡ് പവറിനെ പറ്റി മാത്രമായിട്ട് എഴുതാൻ ചോദിക്കാം, സോഫ്റ്റ് പവറിനെ പറ്റി മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടെണ്ണത്തെ പറ്റിയിട്ട് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് എസ്സേക്ക് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി വരുന്നതാണ് യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ട്. EU എന്ന് നമ്മൾ പറയും അല്ലേ. യൂറോപ്യൻ യൂണിയൻ മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. 13ാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഫസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പോർഷൻ വരുന്നത്. യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ട് അതൊരു എസ്സേ ടോപ്പിക്കാണ്. എല്ലാവരും പഠിച്ചിട്ട് പോവുക. യൂറോപ്യൻ യൂണിയൻ്റെ ഫോർമേഷനാണ് ആദ്യം പഠിക്കേണ്ടത്. ഏതൊക്കെ സ്റ്റേറ്റസിലൂടെയാണ് യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്തത്, പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ, നിലവിൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ പഠിച്ചിട്ട് വേണം അവിടെ പോകാനായിട്ട്. ഇനി വരുന്നതാണ് ദ റൈസ് ഓഫ് ചൈനീസ് എക്കോണമി. 13ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു എസ്സേ ടോപ്പിക്കാണ്. ഇത് ഷോർട്ട് എസ്സേക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. ചൈനീസ് എക്കോണമി, ചൈനീസ് സമ്പദ് വ്യവസ്ഥ എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അതിൻ്റെ ഒരു എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ പല റിഫോംസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകാം. മറ്റേ ഓപ്പൺ ഡോർ പോളിസിനെ പറ്റിയിട്ട്, തുറന്ന വാതിൽ നയത്തെ പറ്റിയിട്ടൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ചും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്, ഇന്ത്യയും അയൽ രാജ്യങ്ങളും എന്ന് പറയുന്നത്. 14ാമത്തെ ചാപ്റ്ററിലുള്ള ഒരു ഒരു എസ്സേ ടോപ്പിക്കാണ്. അതായത് നമ്മുടെ സൗത്ത് ഏഷ്യയിലുള്ള ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള അയൽ രാജ്യങ്ങളും. ഓക്കെ, കുറേ ഉണ്ടല്ലോ, നമ്മുടെ പാകിസ്ഥാൻ അല്ലേ, ഭൂട്ടാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെ പറ്റിയിട്ട്, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ള റിലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അതെന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. ഓരോ രാജ്യങ്ങളായിട്ട് ഇന്ത്യ എങ്ങനെയാണ്, ക്ലാഷ് ആണോ അതോ നല്ല റിലേഷനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആ ടോപ്പിക്ക്. നോക്കിയിട്ട് പോകട്ടോ. ഇനി വരുന്നതാണ് ഒരു ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഫോം ഓഫ് ഇത് ഏത് ചാപ്റ്ററാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 15ാമത്തെ ചാപ്റ്ററിലുള്ള നമ്മുടെ UN പറ്റിയിട്ട് പഠിക്കുന്നില്ല ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിക്കുക, ഞാൻ പറഞ്ഞുതരാം. റിഫോം ഓഫ് ദ UN ആഫ്റ്റർ കോൾഡ് വാർ. ഓക്കെ, വേറൊരു ടോപ്പിക് കൂടെ ഉണ്ട്, റിഫോം ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൾഡ് വാറിന് ശേഷം UN എടുത്തിട്ടുള്ള റിഫോംസ്, പരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ റിഫോം ഓഫ് സ്ട്രക്ചേഴ്സും അതിൻ്റെ പ്രൊസീജിയേഴ്സും കൂടി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇത് ചേർത്തിട്ടായിരിക്കും നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് വേണ്ടിയിട്ട് ചോദിക്കാം. മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ ശീതയുദ്ധത്തിന് ശേഷമുള്ള UN നവീകരണം എന്തായിരുന്നു, ഓക്കെ, അതുപോലെ തന്നെ ഘടനകളുടെയും പ്രക്രിയകളുടെയും പരിഷ്കരണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടായിരിക്കും നമുക്ക് എസ്സേക്ക് ചോദിക്കുന്നുണ്ടാവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. UN എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിൻ്റെ സ്ട്രക്ചേഴ്സും പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. അത് ഒരു ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. 18ാമത്തെ ചാപ്റ്റർ, നമ്മുടെ ഏറ്റവും അവസാനത്തെ പാഠത്തിൽ വരുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലേ, 3 പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ, എക്കണോമിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് പോവുക. അത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേക്ക് നമുക്ക് ഏതെങ്കിലും കോൺസിക്വൻസിനെ പറ്റി എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും പ്രത്യേകിച്ചും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എസ്സേക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പാർട്ടീഷൻ, വിഭജനത്തെ പറ്റിയിട്ട് എല്ലാവരും പഠിക്കുക. പിന്നെ ഈ ഒരു 3 യുദ്ധങ്ങളും 1962-ലെയും 65-ലെയും 71-ലെയും പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഇന്ത്യയും ചൈനയും അതുപോലെ തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു കോൺഫ്ലിക്ട്സിനെ പറ്റി പഠിക്കുക. പിന്നെ എമർജൻസി സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കോസസും കോൺസിക്വൻസ് ഉൾപ്പെടെ പഠിക്കണം. കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കോൺസിക്വൻസ് കൂടി പഠിക്കണം കേട്ടോ, ഉൾപ്പെടുത്തിയാണ്. അതെല്ലാം ചേർത്താണ് നമുക്ക് എസ്സേക്ക് ചോദിക്കുന്നുണ്ടാവുക. ഇനി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് തകർന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി US ഹെജമണി, അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. യൂറോപ്യൻ യൂണിയൻ, പിന്നെ UN ഉണ്ടായ റിഫോംസ്. ഓക്കെ, ഈ ടിക്ക് മാർക്ക് കൊടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കറക്റ്റ് മോഡൽ എക്സാമിൻ്റെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ മോഡൽ എക്സാമിലൊക്കെ നമുക്ക് അത്യാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ വീണ്ടും ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ വച്ചിട്ടുള്ളത്. സ്വന്തം ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, മാക്സിമം പറ്റുന്നതെല്ലാം പഠിച്ചിട്ട് തന്നെ പോവാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പല പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് ആവശ്യപ്പെടാറുണ്ട്. ആൻഡ് ഓൾസോ പൊളിറ്റിക്സ് ടഫ് ആണെന്നൊക്കെ പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പൊളിറ്റിക്സ് ടഫ് ആണെന്നുണ്ട്, എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാർട്ടീഷനെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എമർജൻസിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ കടൽ പോലെ കിടക്കുന്നുണ്ട് അല്ലേ. ആദ്യം കോഴ്സസ് നമ്മളൊരു 5-6 സബ് ടോപ്പിക്സും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് പാരഗ്രാഫുകളായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കോൺസിക്വൻസ് പിന്നെ പറയേ വേണ്ട 2-3 പേജായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കവിടെ എല്ലാ ലൈൻ ബൈ ലൈൻ ഞാൻ ടെക്സ്റ്റ് കിടക്കുന്ന പോലെ പഠിച്ച് എഴുതണം, അങ്ങനെയല്ല അവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അങ്ങനെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ എമർജൻസി കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്തായിരുന്നു അടിയന്തരാവസ്ഥ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്, ആരാണ് അത് കൊണ്ടുവന്നത്, എന്തിനാണ് അത് കൊണ്ടുവന്നത്, ആ ഒരു കാര്യം നമുക്ക്, ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് എമർജൻസി കൊണ്ടുവന്നത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്തു എമർജൻസി, മീൻസ് പ്രസിഡന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ അഡ്വൈസ് പ്രകാരം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അത് ഡിക്ലെയർ ചെയ്തു, അതിന് റീസൺസ് പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ട് പല പ്രശ്നങ്ങളുണ്ടായി, പല എന്താ പറയുക സംസ്ഥാനങ്ങളിലും കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ. എക്കണോമിക് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ ആ പ്രശ്നങ്ങൾ എന്താക്കുക, അതൊരു കഥ പോലെ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് പഠിച്ചു നോക്കൂ. ഇതാണ് അടിയന്തരാവസ്ഥ, ഇത് ആര് കൊണ്ടുവന്നു, ഓക്കെ, ആര് പ്രഖ്യാപിച്ചു, ആൻഡ് ഓൾസോ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം റീസൺസ് പഠിക്കുക. പിന്നെ ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ രാജ്യത്ത് പല സ്പിയറിലും പല സെക്ടേഴ്സിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, കോൺസിക്വൻസ് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിക്ക്, ആ ഒരു പാറ്റേണിൽ ഒരു എന്താ പറയുക ഒരു കഥ പോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, പഠിക്കുന്ന ടൈമിൽ ഇപ്പം എന്താ പറയുക ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴായിക്കോട്ടെ കാര്യം എന്താണെന്നുള്ളത്, ആ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഇതാണ് അടിയന്തരാവസ്ഥ, ഇത് ഇന്ന വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത്, ഓക്കെ, ആൻഡ് ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ, ഇത് കൊണ്ടുവന്നപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞുകൂടി നോക്കുക. അപ്പോൾ പിന്നെ സെറ്റാണ്, നിങ്ങളത് മറന്നു പോകത്തില്ല. ഓക്കെ, ദെൻ എക്സാം ടൈമിൽ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്തും എന്ത് ചെയ്യണം, പഠിച്ചത് എങ്ങനെയാണ് ഞാൻ അതുപോലെ എനിക്ക് എഴുതണം, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ആ കണ്ടന്റ് എന്താണെന്നുള്ളത് അറിയാമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇംഗ്ലീഷിൽ പറ്റുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിക്കോ, മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് മലയാളത്തിൽ നമുക്ക് എഴുതാവുന്ന ഒരു പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ഓൾസോ കാര്യം എന്താണെന്നുള്ളത് നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കണം എല്ലാ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് എഴുതുന്ന ടൈമിലും നമ്മുടെ സ്വന്തം സെൻറ്റൻസിൽ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. എന്താ പറയുക, ഞാൻ വെറുതെ തള്ളുന്നതല്ല കേട്ടോ, കാരണം കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ആർക്കെങ്കിലും, അങ്ങനെ എല്ലാവർക്കും അല്ല, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കൂ, കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു നോക്കൂ, സ്വന്തമായിട്ടുള്ള രീതിയിൽ എഴുതാൻ കൂടി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് നാളെ ഈവനിങ്ങിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, എല്ലാവരും ഇത് നോക്കി നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ആവുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.